നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രകാരം ഇന്നു മുതൽ സുപ്രധാന നിയമങ്ങൾ എന്നുള്ള സിലബസ് ഭാഗത്തെ ഓരോരോ ടോപ്പിക്കിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ ഭാഗം പൊതുവെ അത്ര ലളിതമായിട്ടുള്ള ഒരു ഭാഗമല്ല. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. പക്ഷെ പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ 100% മാർക്കും ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറുകളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ദാ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് കാണുക. അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുറേ കൂടി ലളിതമായിട്ട് ഈ ഭാഗം മാറും. അങ്ങനെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ള സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും ഈ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു ശ്രമമുണ്ട്, ഒരു എഫർട്ട് വേണ്ട. ആ പറഞ്ഞ എഫർട്ടിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയാനുള്ളത്, ഈ 3 പുസ്തകങ്ങൾ, സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ആസ്ഥ അക്കാഡമി അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. 100 രൂപ മാത്രമേ വിലയുള്ളൂ. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട്. അതുപോലെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എന്തെല്ലാം പഠിക്കാനുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ടാവും. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ്. അതുപോലെ തന്നെ ധനതത്വശാസ്ത്രം ഏത് പരീക്ഷയ്ക്കും, അത് 10th ലെവലാവട്ടെ +2 ലെവലാവട്ടെ, ഏത് പരീക്ഷയ്ക്കും പറ്റുന്ന ഒരു പുസ്തകം. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഏത് തലത്തിലുള്ള പരീക്ഷകൾക്കും പറ്റുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാം. ഈ 3 പുസ്തകം കൂടി നിങ്ങൾക്ക് ഇപ്പോൾ 300 രൂപയ്ക്ക് ലഭിക്കും. കൊറിയർ ചാർജ് നൽകേണ്ടതില്ല. ഈ 3 പുസ്തകങ്ങളും 300 രൂപയ്ക്ക് ഇപ്പോൾ ലഭിക്കും. പുസ്തകത്തിൻ്റെ വില വരുന്നത് ഏതാണ്ട് 330 രൂപയാവും. പ്ലസ് എന്തുകൂടി ആകും, കൊറിയർ ചാർജ് കൂടി ആവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ 300 രൂപയ്ക്ക് പുസ്തകം വാങ്ങാനായിട്ട് പറ്റും. പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇത്തിരി തിരക്കുള്ള നമ്പറാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിച്ചുകൊള്ളാം. വേറൊരു കാര്യം, പേയ്മെൻറ്റ് ഒരു കാരണവശാലും ഗൂഗിൾ പേ ആയിട്ട് ചെയ്യരുത്. ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്യരുത്. QR കോഡ് സ്കാൻ ചെയ്തും ഈ പറഞ്ഞ പേയ്മെൻറ്റ് ചെയ്യരുത്. അതിനകത്തൊക്കെ പലതരത്തിലുള്ള ഈ പറഞ്ഞ മാൽ പ്രാക്ടീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് UPI ID വഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. qr.astha.ac@sib ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ UPI ID. ഇതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ വിളിച്ചു പറയാം. അപ്പോൾ ഈ പുസ്തകം തീർച്ചയായിട്ടും ഞാൻ വളരെ ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പുസ്തകം ഉപകാരപ്പെടും. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ പുസ്തകം ഇത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം വളരെ അത്യാവശ്യമുള്ളതാണ്, ഉപകാരപ്പെടും. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരാം. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് തുടങ്ങാം, അല്ലേ? ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിത ആര് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കമിടുന്നത് ഒരു സംഘടനയാണ്. ഏതാണ് ആ സംഘടന? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിച്ച ഒരു വനിതയാണ് അരുണ റോയ്, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടന എന്നാണ് ചോദ്യമെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. പക്ഷേ ആ പറഞ്ഞ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അരുണ റോയ് എന്ന് പറയുന്ന വനിതയാണ്, അല്ലേ? അപ്പോൾ 2 ചോദ്യമുണ്ട്. സംഘടന ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട്.
പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വനിത ആര് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഈ സംഘടന ഏത് സംസ്ഥാനം ബേസ്ഡ് ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയേണ്ടത് വിവരാവകാശ നിയമം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോകത്ത് ആദ്യമായിട്ട് ഈ നിയമം വരുന്നത് സ്വീഡനിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം വരുന്നത് ഏത് രാജ്യത്താണ്? സ്വീഡനിലാണ്, അല്ലെ? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം പിന്നീട് വന്നു. ഇന്ത്യ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന 55ാമത് രാജ്യമാണ് എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യം സ്വീഡനാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ 1990 കാലയളവിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്, VP സിംഗ്. ആരാണ്? VP സിംഗ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് VP സിംഗ് എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയുടെ ബ്രെയിൻ ചൈൽഡാണ് വിവരാവകാശ നിയമം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. 1990ലാണ്. പിന്നീടാണ് ഈ പറഞ്ഞ സംഘടന ഉണ്ടാവുന്നത്. ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ശരിക്കും 2005 വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ 1997 കാലയളവിൽ അത് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമുണ്ട്. തമിഴ്നാട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നാണ് ആ നിയമത്തിന് പേര്. അത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വിവരാവകാശ നിയമം പൊതുവെ നമ്മൾ പറയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. ആ നിയമം ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ആ നിയമം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ, മുൻ പ്രധാനമന്ത്രിയുടെ ബ്രെയിൻ ചൈൽഡ് ആണെന്ന് ചോദിച്ചാൽ VP സിംഗ് എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയുടെ എന്താണ് ഈ പറഞ്ഞ ആശയമാണ്. അദ്ദേഹമാണ് ആദ്യം അത് മുമ്പോട്ട് വെച്ചത്. അതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ അരുണ റോയിയാണ്. ലോകത്ത് ആദ്യമായിട്ട് ഈ പറഞ്ഞ നിയമം ഏത് രാജ്യത്താണ് വന്നത്? സ്വീഡനിലാണ്. ഇന്ത്യയിൽ ഈ നിയമം വന്നു, അല്ലെ? ആ നിയമം പാസ്സാക്കുന്ന, വിവരാവകാശ നിയമം പാസ്സാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 55ാമത് രാജ്യമാണ്. ഈ നിയമം രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാനുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെടുത്താവുന്ന ഭരണഘടനയിലെ ഒരു വകുപ്പ്, അല്ലെങ്കിൽ ഒന്നല്ല ഒന്നിലധികം വകുപ്പുകളുണ്ട്. പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 19(1)A, അല്ലെ? 19(1)Aയിൽ പറയുന്ന കാര്യം എന്താണ്? അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. ഞാൻ പറയുമ്പോൾ അറിയാനുള്ള ഈ പറഞ്ഞ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്, അല്ലെ? അപ്പോൾ 19(1)A എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വകുപ്പുണ്ട് ഭരണഘടനയിൽ, 21(A) എന്ന് പറയുന്ന വകുപ്പ്. 21(A)യിൽ പറയുന്ന കാര്യം എന്താണ്? വിദ്യാഭ്യാസം മൗലിക അവകാശം. വിദ്യാഭ്യാസം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? അപ്പം നമുക്ക് വിവരാവകാശവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാവുന്ന ഭരണഘടനയിലെ രണ്ട് വകുപ്പുകളാണ്. ഒന്ന് 19(1)A-യും പിന്നെ അത് കഴിഞ്ഞിട്ട് 21(A-യും എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. കൂടുതൽ തവണയും ആ പറഞ്ഞ കാര്യം വന്നത് 19(1)A-യുമായി ബന്ധപ്പെട്ടാണ്. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഭരണഘടനയിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചോ വിവരാവകാശ കമ്മീഷനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. 19(1)A എന്ന് പറയുന്ന വകുപ്പ്, 21(A എന്ന് പറയുന്ന വകുപ്പ് വിവരാവകാശവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വകുപ്പല്ല. പക്ഷേ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ വകുപ്പുകളെ ആ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ അതത്രയും അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ്, അല്ലെ? അവിടെ ചോയ്സ് നോക്കാൻ 2005 ഒക്ടോബർ 12 തന്നിരിക്കുന്നു, 2005 ഡിസംബർ 19 തന്നിരിക്കുന്നു, 2005 ജൂൺ 15, 2005 ഡിസംബർ 12. ഇങ്ങനെയാണ് ചോയ്സ് തന്നിരിക്കുന്നത്. വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ്, അല്ലെ?
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബില്ലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഒരു ബില്ല് അല്ലെ, നിയമം എന്ന് പറയുന്നത് നിയമത്തിന് മുമ്പിലുള്ള സ്റ്റേജ് ആണ് ഏത്, ബില്ല്. അപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കും. ബില്ല് എവിടെ അവതരിപ്പിക്കും? പാർലമെന്റിൽ അവതരിപ്പിക്കും. പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ അത് രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ അവതരിപ്പിക്കും. അപ്പോൾ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ബില്ല് 2005 ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. 2005 മെയ് 11 2005 മെയ് 11 ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു 2005 മെയ് 12. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സ്ഥലത്തും ഈ ബില്ല് പാസ്സാവുന്നു. അപ്പൊ നമ്മൾ പറയും വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി, അല്ലെങ്കിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി 2005 മെയ് 12. രണ്ട് സഭകളും പാസ്സാക്കിയല്ലോ 2005 മെയ് 12. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു ബില്ല് എന്ന് പറയുമ്പോൾ അത് നിയമമാകണമെങ്കിൽ പ്രസിഡന്റ് അതിനകത്ത് ഒപ്പിടണം അല്ലെ. അപ്പൊ പ്രസിഡന്റ് ഒപ്പിട്ടത് വേറൊരു ദിവസമാണ്, അത് 2005 ജൂൺ 15. അപ്പൊ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരേണ്ടത് 2005 മെയ് 12 പക്ഷെ വിവരാവകാശ നിയമത്തിനകത്ത് പ്രസിഡന്റ് ഒപ്പിട്ടത്, ആ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിട്ട് അതിന് അംഗീകാരം കൊടുത്ത് അത് നിയമമാകുന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ അത് 2005 ജൂൺ 15 ജൂൺ 15. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചോണം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നത് പരീക്ഷാ ഹാളിൽ. ഇനി ഈ നിയമം നിലവിൽ വന്നത് എപ്പോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം 2005 ഒക്ടോബർ 12 പൂർണ്ണമായിട്ടും ഈ നിയമം രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് 2005 ഒക്ടോബർ 12 അല്ലെ. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. നിയമമുണ്ട്, പക്ഷെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് 2005 ഒക്ടോബർ 12 മുതലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അത് രൂപീകരിച്ചത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അത് 2005 ഡിസംബർ 19. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് ചോദ്യമെങ്കിൽ അതിന് വരേണ്ട ഉത്തരം 2005 മെയ് 12 എന്നാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ബില്ല്, ആ ബില്ലിന് ആരംഗീകാരം നൽകി? പ്രസിഡന്റ് അംഗീകാരം നൽകുന്നു എന്നാണെന്ന് ചോദിച്ചാൽ അത് 2005 ജൂൺ 15 2005 ജൂൺ 15. ഇനി ഇത് നിലവിൽ വരുന്നു എന്നാണ് 2005 ഒക്ടോബർ 12. നിലവിൽ വരുന്നു 2005 ഒക്ടോബർ 12 അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എപ്പോഴാണ്? 2005 ഡിസംബർ 19. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വയ്ക്കണം. നമ്മളിപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. നമ്മൾ ഒരുപാട് നിയമങ്ങൾ പഠിക്കും, പിന്നീട് കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും. അപ്പോൾ വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 2005 എന്ന് പറയുന്ന വർഷം എന്ത് ചെയ്യണം? നന്നായിട്ട് പതിയണം. പിന്നീട് നിങ്ങൾ ആലോചിച്ചാൽ മാത്രമേ ഈ കാര്യം ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുള്ളൂ, ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. ഞാനിവിടെ മൊത്തം ഈ പറഞ്ഞ മെയ് മാസം നോക്കി, മെയ് മാസം കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനകത്ത് എന്തേ ഉള്ളൂ, പാസ്സാക്കിയതെന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഒപ്പിട്ട് നിയമമാക്കിയത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ 2005 ജൂൺ 15 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ശരി, അത് ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കും. നിങ്ങൾക്കറിയാം, അത് APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ് അല്ലെ. പ്രധാനമന്ത്രി, ആ സമയത്ത് പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ 2005 2005 എന്ന് പറയുന്നത് ഒന്നാം UPA ഗവൺമെന്റ് കാലമാണ്. 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രി ആയിരുന്നത് ആരെന്ന് നിങ്ങൾക്കറിയാം, മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ഈ നിയമം വരുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. പക്ഷേ 1990 ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യം ചർച്ചയ്ക്ക് കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് VP സിംഗ് ആണ്. ശരി, അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസ്സാക്കിയ 2005 നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ.
വിവരാവകാശവുമായി ബന്ധപ്പെട്ട പാർലമെന്റ് പാസാക്കിയ 2005 നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അല്ലെ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണല്ലോ ഈ പറഞ്ഞ ഭാഗത്ത് എപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങളെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരോ പ്രസ്താവനയായിട്ട് നോക്കാം. ഈ നിയമം ദേശീയ വിവരാവകാശ നിയമം 2005 എന്നറിയപ്പെടുന്നു. ഈ നിയമം ദേശീയ വിവരാവകാശ നിയമം 2005 എന്നറിയപ്പെടുന്നു. കേൾക്കുമ്പോൾ നിരുപദ്രവമാണ് എന്ന് തോന്നും, എന്നാൽ ഈ പ്രസ്താവന തെറ്റാണ്. ഈ നിയമത്തിന് ദേശീയ വിവരാവകാശ നിയമം എന്ന് പേരില്ല. ഈ നിയമം അറിയപ്പെടുന്നത് വിവരാവകാശ നിയമം 2005 എന്നാണ്. ദേശീയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, അവിടെയും അതുപോലെ തന്നെ ദേശീയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ നിയമം വിവരാവകാശ നിയമം 2005 എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ദേശീയ വിവരാവകാശ നിയമം എന്ന് എഴുതിയേക്കുന്നത് കൊണ്ട് ഈ പ്രസ്താവന ശരിയല്ല. അപ്പോൾ 2005 നിയമം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വിവരാവകാശ നിയമം 2005 എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. വിവരാവകാശ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ് എന്ന് പറയുന്നു. കാശ്മീരിൽ ബാധകമാണോ, ലഡാക്കിൽ ബാധകമാണോ, ആൻഡമാനിൽ ബാധകമാണോ പോലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിക്കോണം. ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. വിവരാവകാശ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ 6 അധ്യായങ്ങളുണ്ട്. വളരെ ചെറിയൊരു നിയമമാണ്. ആ പ്രസ്താവന ശരിയാണ്. ഈ നിയമത്തിൽ 6 അധ്യായങ്ങളുണ്ട്. 6 അധ്യായങ്ങളുണ്ട്. ഈ നിയമത്തിൽ 31 സെക്ഷനുകളും 2 ഷെഡ്യൂളുകളും ഉണ്ട്. ഈ നിയമത്തിൽ 31 സെക്ഷനുണ്ട്, 2 ഷെഡ്യൂളുണ്ട്. ആ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആദ്യത്തേത് മാത്രം. 2, 3, 4 എന്താണ്? ശരിയാണ്. 2, 3, 4 ശരിയാണ്, അല്ലെ? അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. വിവരാവകാശ നിയമം 2005 എന്നാണ് ഈ നിയമത്തിന്റെ പേര്. ഈ നിയമത്തിൽ 6 അധ്യായമുണ്ട്, അതുപോലെ 31 സെക്ഷൻ ഉണ്ട്, 2 ഷെഡ്യൂൾ ഉണ്ട്. 6 അധ്യായം, 31 സെക്ഷൻ, 2 ഷെഡ്യൂൾ. ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന എന്തിനാണ്? മറ്റുള്ളവരെക്കാൾ 1-2 മാർക്ക് കൂടുതൽ കിട്ടാനാണല്ലോ. അപ്പോൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, 2 ഷെഡ്യൂൾ എന്ന് പറഞ്ഞല്ലോ. ആ 2 ഷെഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാമോ? 2 ഷെഡ്യൂൾ എന്ന് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ 2 ഷെഡ്യൂളിൽ എന്താണ്? അതിൽ ആദ്യത്തെ ഷെഡ്യൂൾ, ഒന്നാമത്തെ ഷെഡ്യൂളിനകത്തുള്ള കണ്ടന്റ് എന്താണ് എന്നറിഞ്ഞിരിക്കണം. ഭരണഘടന പഠിക്കുമ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ 12 ഷെഡ്യൂളുകളെ കുറിച്ച് പഠിക്കും. അപ്പോൾ ആ 12 ഷെഡ്യൂളുകളിലും എന്താണ് എന്ന് പഠിക്കുമല്ലോ. അതുപോലെ വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ 1 എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ, വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ വാചകങ്ങളും ഉറപ്പുകളുമാണ്, അല്ലെ? സത്യപ്രതിജ്ഞാ വാചകങ്ങളും ഉറപ്പുകളും, ഓത്ത് ആൻഡ് അഫർമേഷൻ. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂളുകളുണ്ട്. അതിൽ ആദ്യത്തെ ഷെഡ്യൂളിൽ പറയുന്ന കാര്യം എന്താണ്? വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ വാചകങ്ങളും ഉറപ്പുകളുമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വിവരാവകാശ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പൗരന് ലഭ്യമാകത്തില്ല. ചില കാര്യങ്ങൾ പൗരന് ലഭ്യമാകത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പരമാധികാരം, രാജ്യസുരക്ഷ, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്ന വിവരങ്ങളൊന്നും നിങ്ങൾക്ക് നൽകത്തില്ല. അപ്പം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകത്തില്ല എന്ന് പറഞ്ഞു, അല്ലെ? അപ്പം ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ഈ പറഞ്ഞ ഏജൻസികളെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് റോ എന്ന് പറയുന്ന ഏജൻസി ഉണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ, RAW, റോ എന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ED നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഈ പറഞ്ഞ ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ED നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ RA നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതുപോലുള്ള ഈ പറഞ്ഞ എന്താണ് ഇന്റലിജൻസ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന BSF, അല്ലെ? BSF, CRPF, അതുപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അങ്ങനെയുള്ള ആസ റൈഫിൾസ്, അങ്ങനെയുള്ള ഈ പറഞ്ഞ എന്താണ് സുരക്ഷാ സംവിധാനങ്ങൾ വേറെ ഒരുപാട് നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകാത്ത ഏജൻസികൾ, നമുക്ക് അവരുടെ
കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകത്തില്ല. അത് ഏതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോയുടെ കിട്ടത്തില്ല, അതുപോലെ തന്നെ EDയുടെ കിട്ടത്തില്ല, അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ വിവരങ്ങൾ കിട്ടത്തില്ല, അതുപോലെ NSG അല്ലെ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, പിന്നെ BSF, CRPF, ITBP, അങ്ങനെ ആസാർ റൈഫിൾസ്, അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ വിവരങ്ങൾ ലഭിക്കത്തില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഷെഡ്യൂളിലെ കണ്ടന്റ് അതാണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ നമുക്ക് മൊത്തത്തിൽ 6 അധ്യായങ്ങളുണ്ട്, 31 സെക്ഷൻ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഷെഡ്യൂളുണ്ട്. ഞാൻ ഇത്രയും വേഗത്തിൽ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ് അല്ല. ഇതെന്താണ്? ഇത് റിവിഷനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്ത് നോക്കുന്നതാണ് അല്ലേ. ഈ ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടില്ലെങ്കിൽ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ ഈ പറഞ്ഞു കൊടുത്തേക്കാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പഠിക്കാം. ശരി, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താണ്, പഴയ ചോദ്യ പേപ്പറുകൾ മാത്രമായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്, ഒരു പരിചയം കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു ചോദ്യത്തിലോട്ട് വരാം. 2005 വിവരാവകാശ നിയമത്തിൽ പബ്ലിക് അതോറിറ്റി എന്നതിന് നൽകിയിരിക്കുന്ന നിർവചന പ്രകാരം ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ അല്ലെ. പബ്ലിക് അതോറിറ്റി അഥവാ പൊതു അധികാരി. വിവരാവകാശ നിയമത്തിൽ പൊതു അധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പൊതു അധികാരി നിർവചന ഭാഗത്താണ് പറയുന്നത്. 2H വിവരാവകാശ നിയമത്തിൽ ഇപ്പോൾ ആദ്യം എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായത്തിനകത്ത് 2 സെക്ഷനാണുള്ളത്. അധ്യായം 1 2 സെക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 2-നകത്ത് നിർവചനങ്ങളാണ് പറയുന്നത്. ഈ നിയമത്തിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എന്താണെന്ന് ആദ്യമേ വ്യക്തത വരുത്തുകയാണ്. അതാണ് നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ സെക്ഷൻ 2-ലെ 2H പൊതു അധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പൊതു അധികാരി? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പൊതു അധികാരിയുടെ വിഭാഗത്തിൽ വരുന്നു. നമ്മുടെ നാട്ടിലുള്ള സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പൊതു അധികാരി എന്ന് പറയുന്ന ആ സ്റ്റാറ്റസിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താണ് പൊതു അധികാരി, അതിന് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. 2005 വിവരാവകാശ നിയമത്തിൽ പബ്ലിക് അതോറിറ്റി അഥവാ പൊതു അധികാരി എന്നതിന് നൽകിയിരിക്കുന്ന നിർവചനം അല്ലെ. ആ പറഞ്ഞത് പ്രകാരമുള്ള കാര്യം എന്താണ് എന്നാണ് ചോദ്യം. ഭരണഘടന പ്രകാരം, പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും അല്ലെ, ഭരണഘടനാ പ്രകാരം, പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും അല്ലെ. അപ്പോൾ ഉദാഹരണത്തിന് സുപ്രീം കോടതി ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഇതെല്ലാം പൊതു അധികാരി എന്ന് പറയുന്ന ആശയത്തിനകത്ത് വരും അല്ലെ. അപ്പോൾ ഭരണഘടനാ പ്രകാരം, പാർലമെന്റ് നിയമപ്രകാരം അല്ലെ. ഇപ്പോൾ പഞ്ചായത്ത് രാജ് നിയമം, മുനിസിപ്പൽ നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തുകൾ എന്ന് പറയുന്നതും നഗരസഭകൾ എന്ന് പറയുന്നതും ഒക്കെ എന്താണ്, പൊതു അധികാരി എന്ന് പറയുന്ന ആശയത്തിനകത്ത് വരും അല്ലെ. പൊതു അധികാരി എന്ന് പറയുന്ന ആശയത്തിനകത്ത് വരും. അപ്പോൾ ഭരണഘടന പ്രകാരം, പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും പൊതു അധികാരി എന്ന് പറയുന്ന സെക്ഷൻ 2H പറയുന്ന നിർവചനത്തിന് കീഴിൽ വരും. ശരിയായ പ്രസ്താവനയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന നിയമസഭകളുടെ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അധികാര സ്ഥാപനങ്ങൾ അല്ലെ. നേരത്തെ പാർലമെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ സംസ്ഥാനങ്ങളും സംസ്ഥാന നിയമസഭയുടെ ഈ പറഞ്ഞ രൂപീകരിച്ചിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഈ പറഞ്ഞ സ്ഥാപനങ്ങളും ഏതാണ്, പൊതു അധികാരി എന്നുള്ള നിർവചനത്തിൽ വരും. നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം വരുന്നു. ആ സ്ഥാപനം എന്താണ്, ഈ പറഞ്ഞ പൊതു അധികാരി എന്ന് പറയുന്ന നിർവചനത്തിന് കീഴിൽ വരും. ശരി, അപ്പൊ ഇത് രണ്ടും എല്ലാവരും എഴുതുന്ന കാര്യമാണ്. അടുത്ത നോക്ക്, ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതും സാമ്പത്തിക സഹായം ലഭിക്കുന്നതുമായ സ്ഥാപനങ്ങൾ
അല്ലേ? അപ്പോൾ ഇതിന് പുറമെ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരും. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഏതാണ്? പൊതു അധികാരി എന്ന് പറയുന്ന നിർവചനത്തിന് കീഴിൽ വരും. ഇനി അത് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന NGOs, മറ്റേതെങ്കിലും സംഘടനകൾ, അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന സംഘടനകൾ, അല്ലേ? അപ്പം നിങ്ങളുടെ നാട്ടിൽ നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലൈബ്രറി, ആ ലൈബ്രറിക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് അവകാശമുണ്ട്. ലൈബ്രറി, കാരണം ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളുടെ നികുതി പണമാണ്. പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണോ അവിടെയെല്ലാം ഈ പറഞ്ഞ പൊതുജനത്തിന് എന്ത് അറിയാനുള്ള അവകാശമുണ്ട്? വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പൊതു അധികാരികളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ അറിയാൻ പൗരന് അവകാശമുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ കാശെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ നികുതി പണമാണ്. അത് എവിടെയൊക്കെ വിനിയോഗിക്കുന്നുവോ അവിടുത്തെയൊക്കെ വസ്തുതകൾ നമുക്കറിയാം. അതെല്ലാം പൊതു അധികാരി എന്ന് പറയുന്ന നിർവചനത്തിൻ്റെ കീഴിൽ വരും. ഇവിടെ ഇപ്പോൾ പൊതു അധികാരി എന്ന് നിർവചിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എവിടെയെല്ലാം നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കാം, വിവരം അറിയാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പൊതു അധികാരി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാവണം. അതായത് സർക്കാർ സ്ഥാപനങ്ങളാണ്, സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്തും ഈ പറഞ്ഞ പൊതു അധികാരി എന്നുള്ളതിൻ്റെ നിർവചനത്തിന് കീഴിൽ വരും എന്നുള്ളത് ഓർത്തോണം. ഈ അടുത്ത കാലത്ത് ഒരു വലിയ വാർത്ത വന്നു. BCCI, അല്ലേ? BCCI എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്. BCCI വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് കുറച്ച് ചർച്ചയാക്കപ്പെട്ട ഒരു കാര്യം. BCCI വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കോടതി ഉത്തരവ് വന്നത്? BCCI വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരത്തില്ല എന്ന് കോടതി ഉത്തരവിട്ടത് ഏത് സാഹചര്യത്തിലാണ്? സർക്കാരിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായവും ഫണ്ടും ആർക്ക് കിട്ടുന്നില്ല? BCCI എന്ന് പറയുന്ന കായിക സംഘടനയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BCCI വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല, അല്ലേ? അപ്പോൾ പൊതു അധികാരി, അല്ലെ, 2H, സെക്ഷൻ 2H വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2H പറയുന്നത് പൊതു അധികാരിയെ കുറിച്ചാണ്. ആ പൊതു അധികാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ഒരു ചോദ്യത്തിലോട്ട് വരാം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരം എന്നത്, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F വിവരം, നമ്മൾ വിവരാവകാശം എന്ന് പറയുമ്പോൾ അതിൽ വിവരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ പറയുന്ന വിവരം, അല്ലെ, അതിനൊരു നിർവചനം വിവരാവകാശ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിവരം എന്നുള്ളതിൻ്റെ നിർവചനം ഏത് സെക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്? 2F-ലാണ്. അപ്പോൾ 2F-ൽ വിവരം എന്നുള്ളതിൻ്റെ നിർവചനം കൊടുത്തു. 2H-ൽ പൊതു അധികാരി അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിയുടെ നിർവചനം കൊടുത്തു. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ നിയമത്തിൽ പറയുന്ന 2F-ൽ പറയുന്ന വിവരം, അല്ലെ, അതിന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു പൊതു അധികാരിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഭൗതികമോ ഡിജിറ്റലോ ആയ വിവരങ്ങളും വസ്തുക്കളുടെ സാമ്പിളും, അല്ലെ? അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സർക്കാരിൽ നിന്ന് ഫണ്ടോ കാര്യങ്ങളോ വാങ്ങുന്ന ഏതൊരു സ്ഥാപനത്തിൻ്റെ കയ്യിലുള്ള ഭൗതികമോ ഡിജിറ്റലോ ആയ എല്ലാ വിവരങ്ങളും, അല്ലെ? വിവരം എന്ന് പറയുമ്പോൾ ഭൗതികമാകണമെന്നില്ല, ഡിജിറ്റൽ ആയിട്ടുള്ള വിവരങ്ങളും അതിനകത്ത് വരും, അല്ലെ? അപ്പോൾ പൊതു അധികാരിയുടെ കൈവശമുള്ള എല്ലാ ഭൗതികമോ ഡിജിറ്റലോ ആയ വിവരങ്ങളും. അപ്പോൾ അവിടെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഭൗതികമായ വിവരങ്ങൾ മാത്രം, ഡിജിറ്റലായ വിവരങ്ങൾ മാത്രം എന്നൊക്കെ തന്നിരിക്കും. രണ്ടുമുണ്ട്, ഭൗതികമായിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള വിവരങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വസ്തുക്കളുടെ സാമ്പിളുകൾ ഉണ്ടെങ്കിൽ അതും. പൊതു അധികാരിയുടെ കൈവശമുള്ള ഭൗതികമോ ഡിജിറ്റലോ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും വസ്തുക്കളുടെ സാമ്പിളുകളും വിവരം എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് സംശയം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാപനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അല്ലെ? സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ്.
അല്ലെ? ഒരു സ്വകാര്യ സ്ഥാപനം, ഇപ്പം മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു കോഴി ഫാം ആവട്ടെ, അല്ലെ, അതൊരു ഫാം ആവട്ടെ, ആ ഫാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി നടത്തുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ അപേക്ഷ കൊടുത്താൽ നമുക്ക് കിട്ടോ? അവന് നമുക്ക് തരേണ്ട കാര്യമില്ല, അവനൊരു പബ്ലിക് അതോറിറ്റി അല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ വിവരങ്ങൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? പക്ഷേ ഈ പറഞ്ഞ സ്ഥാപനം പൊതു അധികാരിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ഫാമുണ്ട്, ആ ഫാമിന് ലൈസൻസ് ഉണ്ടോ എന്ന് നമുക്കറിയണം. അപ്പോൾ ഈ പറഞ്ഞ പഞ്ചായത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫാമിന് ലൈസൻസ് ഉണ്ടോ, ആ ഫാം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പഞ്ചായത്തിനടുത്ത് ചോദിച്ചറിയാം. ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പൊതു അധികാരിയിൽ നിന്ന് നേടി, അല്ലെ? അപ്പോൾ പൊതു അധികാരിയുടെ കൈവശമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നേടാൻ പറ്റും. സ്വകാര്യ സ്ഥാപനത്തിൽ നേരിട്ട് വിവരാവകാശം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ പൊതു അധികാരിയുടെ കൈവശം ഉണ്ട് എങ്കിൽ ആ പൊതു അധികാരിയിൽ നിന്ന് നമുക്ക് നേടാം. പക്ഷെ അത് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണ്? നമ്മുടെ താല്പര്യം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ താല്പര്യം വ്യക്തിപരമാണ് എങ്കിൽ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ കാര്യം നമുക്ക് ഈ പറഞ്ഞ് ലഭിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ, തിരക്കുന്നുവെങ്കിൽ, അത് ആ പറഞ്ഞ അധികാര സ്ഥാപനം, അതായത് പൊതു അധികാരി നമുക്ക് തരണമെങ്കിൽ നമ്മുടെ താല്പര്യം പൊതു താല്പര്യമായിരിക്കണം, വ്യക്തിപരമായുള്ള താല്പര്യമാകാൻ പാടില്ല. പൊതു താല്പര്യമായിരിക്കണം. അങ്ങനെ പൊതു താല്പര്യപ്രകാരം ഒരു സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശമുണ്ട് എങ്കിൽ പബ്ലിക് അതോറിറ്റിക്ക് അത് നൽകാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞത്? മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാപനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നുള്ളതാണ്. ആ വിവരങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ആ പൊതു അധികാരി നൽകണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. അടുത്ത നോക്ക്, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം. നല്ലൊരു ചോദ്യമാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം, അല്ലെ? ഇവിടെ വിവരാവകാശ നിയമത്തിലെ അധ്യായം 2, അധ്യായം 2 വിവരാവകാശം, പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതു അധികാരിയുടെ കടമ, വിവരാവകാശം, പൊതു അധികാരിയുടെ കടമ ഒക്കെ പറയുന്ന ഒരു അധ്യായമുണ്ട്, അധ്യായം 2. അധ്യായം 2 3 മുതൽ 11 വരെ സെക്ഷനാണുള്ളത്. അധ്യായം 2 3 മുതൽ 11 വരെ സെക്ഷനാണുള്ളത്. അതിൽ മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്ന കാര്യം, പൗരന് വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് അതോറിറ്റിയിൽ നിന്ന് വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 3-ലാണ്. ഏതിലാണ്? സെക്ഷൻ 3-ലാണ്. അങ്ങനെ വിവരം അറിയണമെങ്കിൽ പൗരൻ ആദ്യം എന്ത് ചെയ്യണം? അഭ്യർത്ഥന നൽകണം, അല്ലെ? പൊതു അധികാരിക്ക് അഭ്യർത്ഥന നൽകണം, അപേക്ഷ നൽകണം, അല്ലെ? അപേക്ഷ നൽകണം എന്ന് പറയുമ്പോൾ എങ്ങനെ നൽകാം? അപേക്ഷ നമുക്ക് വെള്ള പേപ്പറിൽ എഴുതി നൽകാം. അപേക്ഷ നമുക്ക് വെള്ള പേപ്പറിൽ എഴുതി നൽകാം, അതായത് ഫിസിക്കലായിട്ട് നമുക്ക് അപേക്ഷ നൽകാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഓഫീസിലോട്ട് വന്ന് അപേക്ഷ കൊടുക്കാൻ സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ മെയിൽ വഴിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷ നൽകാം. അതായത് ഡിജിറ്റലായിട്ടും അപേക്ഷ നൽകാം, അല്ലെ? അപ്പോൾ വിവരാവകാശം നമുക്കുണ്ട് സെക്ഷൻ 3 പ്രകാരം. അതിന് അപേക്ഷ കൊടുക്കണം സെക്ഷൻ 6 പ്രകാരം. സെക്ഷൻ 6 പ്രകാരം അപേക്ഷ കൊടുക്കുമ്പോൾ ഫിസിക്കലായിട്ടും അപേക്ഷ കൊടുക്കാം, ഡിജിറ്റലായിട്ടും അപേക്ഷ കൊടുക്കാം. അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ അതിനൊരു അപേക്ഷാ ഫീസ് ഉണ്ട്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്, അല്ലെ? അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. ഈ 10 രൂപ, അല്ലെ, 10 രൂപ എല്ലാവർക്കും കൊടുക്കണ്ട. അതായത് ഈ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന വിഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ വിമുക്ത ഭടന്മാർ എന്ന് തന്നിട്ടുണ്ട്, പട്ടികവർഗക്കാർ എന്ന് തന്നിട്ടുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാർ എന്ന് തന്നിട്ടുണ്ട്, BPL വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് തന്നിട്ടുണ്ട്. ഈ നിയമത്തിൽ അങ്ങനെ പ്രത്യേകം തരം തിരിച്ച് പറയുന്നില്ല. പകരം ഒരു കാര്യമേ പറയുന്നുള്ളൂ, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. BPL
BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്തില്ല? അപേക്ഷാ ഫീസ് ഇല്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് വെക്കണം. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ശരി, അപ്പൊ അവിടെ ആ കാര്യം ശ്രദ്ധിച്ചു വെക്കുക. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ അപേക്ഷ കൊടുത്തു, സെക്ഷൻ 6 പ്രകാരം നമ്മൾ അഭ്യർത്ഥന കൊടുത്തു. അഭ്യർത്ഥന കൊടുത്താൽ സെക്ഷൻ 7 പ്രകാരം നമുക്ക് വിവരം നൽകണം. സെക്ഷൻ 6 പ്രകാരം അഭ്യർത്ഥന കൊടുത്തു, അതനുസരിച്ച് സെക്ഷൻ 7 പ്രകാരം നമുക്ക് വിവരം നൽകണം. അപ്പൊ അങ്ങനെ വിവരം നൽകേണ്ടത് ആര് എന്ന് നിങ്ങൾക്ക് അറിയാം. എല്ലാ പബ്ലിക് അതോറിറ്റിയും ഈ പറഞ്ഞ വിവരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ വച്ചിട്ടുണ്ടാവും. അതാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, PIO അല്ലെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ കൂടാതെ ചിലപ്പോൾ വേറൊരു ഈ പറഞ്ഞ ആൾ കൂടി കാണും, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെ. PIO ഉണ്ടായിരിക്കും. PIOയുടെ അഭാവത്തിൽ ആ പറഞ്ഞ നമുക്ക് അപേക്ഷ ആർക്ക് കൊടുക്കാം? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവര് പ്രത്യേകം ഉദ്യോഗസ്ഥരല്ല അല്ലെ. ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ക്ലർക്ക് കാണും, സൂപ്രണ്ട് കാണും, സെക്രട്ടറി കാണും, അങ്ങനെയൊക്കെയാണ് തസ്തികയുള്ളത് അല്ലെ. അങ്ങനെയൊക്കെയാണ് തസ്തികയുള്ളത്. അല്ലാതെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് തസ്തികയൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു സൂപ്രണ്ട് ആയിരിക്കും എന്തുകൂടി ചെയ്യുന്നത്, ഈ പറഞ്ഞ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന അധിക ചുമതല കൂടി നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന അധിക ചുമതല കൂടി നിർവഹിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു തസ്തിക സർക്കാർ ഓഫീസുകളിലില്ല. മനസ്സിലായോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ എന്താണ് ചുമതലപ്പെടുത്തിയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സെക്ഷൻ 6 പ്രകാരം അപേക്ഷ കൊടുത്താൽ സെക്ഷൻ 7 പ്രകാരം നമുക്ക് മറുപടി കിട്ടണം. മറുപടി എത്ര ദിവസത്തിനകത്ത് കിട്ടണം? 30 ദിവസത്തിനകത്ത് കിട്ടണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് നമ്മൾ അപേക്ഷ കൊടുത്താൽ നമുക്ക് മറുപടി 30 ദിവസത്തിനകത്ത് കിട്ടണം. അതേസമയം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ അഭാവത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ് അപേക്ഷ കൊടുത്തത്. അങ്ങനെയാണ് എങ്കിൽ 35 ദിവസത്തിനകത്ത് വിവരം തന്നാൽ മതി. 35 ദിവസം അല്ലെ. അപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 ദിവസത്തിനകത്ത് മറുപടി കിട്ടണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസത്തിനകത്ത് മറുപടി കിട്ടണം. ഇനി വേറൊരു കാര്യം കൂടി അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജീവനും സ്വത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങളാണ് എങ്കിൽ 48 മണിക്കൂറിനകത്ത് വിവരം നൽകേണ്ടതാണ്. എത്ര? 48 മണിക്കൂറിനകത്ത് വിവരം നൽകേണ്ടതാണ് അല്ലെ. അപ്പൊ അതുകൂടി അവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഈ ഒരു ചോദ്യം വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അടുത്ത നോക്ക്, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8(1) പ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കുന്നവ. നല്ലൊരു ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിവരാവകാശ നിയമപ്രകാരം എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുകയില്ല. ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് അധ്യായം 2 കാര്യമാണ്. അധ്യായം 2 ഞാൻ പറഞ്ഞു 3 മുതൽ 11 വരെ വകുപ്പ്, 3 മുതൽ 11 വരെ വകുപ്പ്. അങ്ങനെ അധ്യായം 2 വരുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 8(1). സെക്ഷൻ 8(1). സെക്ഷൻ 8(1) പറയുന്ന കാര്യം എന്താണ്? വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കാത്ത ഈ പറഞ്ഞ ഇനങ്ങളാണ് ഏതിനകത്ത് പറയുന്നത്? സെക്ഷൻ 8(1) പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾ 8(1) എന്ന് പറയുമ്പോൾ 8(1) ABCDE അങ്ങനെ ഈ പറഞ്ഞ J വരെ 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ABCD എന്നിങ്ങനെ ഏതുവരെ പറഞ്ഞിട്ടുണ്ട്? J വരെ 10 കാര്യങ്ങൾ. അപ്പോൾ സെക്ഷൻ 8(1) വിവരാവകാശ പ്രകാരം ഒരു പൗരന് എന്താണ് ലഭ്യമാകാത്ത അല്ലെങ്കിൽ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് സെക്ഷൻ ഉൾപ്പെടെ ചോദിച്ചേക്കും. കാരണം ഇനി കുറേ കാലമായ ഒരു സിലബസാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് സെക്ഷൻ ഉൾപ്പെടെ ചോദിച്ചേക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ അപകടമാകുന്നതോ നിയമപാലകർക്ക് രഹസ്യമായി നൽകുന്ന വിവരങ്ങളോ അല്ലെ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ അപകടമാകുന്നതോ നിയമപാലകർക്ക് രഹസ്യമായി നൽകുന്ന വിവരങ്ങളോ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും അപകടകരമാകുന്ന ഒരു വിവരം നൽകേണ്ടതില്ല. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകേണ്ടതില്ല.
അത് പറയുന്നത് സെക്ഷൻ 8(1)(g)യിലാണ്. ഏതിലാണ്? 8(1)(g). പരീക്ഷയ്ക്ക് ഈ സെക്ഷൻ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ അപകടമാകുന്നതോ നിയമപാലകർക്ക് രഹസ്യമായി നൽകുന്ന വിവരങ്ങളോ അല്ലെ ഏതെങ്കിലും തരത്തിൽ പോലീസ് സംവിധാനത്തിന് രഹസ്യമായി നൽകുന്ന വിവരങ്ങളൊന്നും നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സെക്ഷൻ 8(1)(g). ഇനി അത് കഴിഞ്ഞിട്ട് കുറ്റവാളികളെ പിടികൂടുന്നതിനോ കുറ്റം ചുമത്തുന്നതിനോ ഉള്ള പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ അല്ലെ. നിങ്ങൾക്കൊരു വിവരം തരുമ്പോൾ അതുകൊണ്ട് ആ തരുന്നതിലൂടെ ഒരു കുറ്റവാളിയെ പിടികൂടാൻ പറ്റാതെയാകും, അല്ലെങ്കിൽ അയാളുടെ മേലെ കുറ്റം ചുമത്താൻ പറ്റാതെയാകും. ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്കൊരു വിവരം തന്നാൽ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് 8(1)(h). ഏതാണ്? 8(1)(h). അത് സെക്ഷൻ ഉൾപ്പെടെ പഠിക്കണം. ആദ്യം പറഞ്ഞത് 8(1)(g), രണ്ടാമത് പറഞ്ഞത് 8(1)(h). ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ് ക്യാബിനറ്റ് പേപ്പറുകൾ. ക്യാബിനറ്റ് പേപ്പറുകൾ സെക്ഷൻ 8(1)(i) അല്ലെ. അപ്പൊ GHI ക്യാബിനറ്റ് പേപ്പറുകൾ 8(1)(i). 8(1)(i) എന്ന് പറയുന്നത് ക്യാബിനറ്റ് പേപ്പറുകൾ. ഈ ക്യാബിനറ്റ് പേപ്പറുകൾ ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കും. അതുകൊണ്ട് ക്യാബിനറ്റ് പേപ്പറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ മന്ത്രിസഭ എന്ത് ചെയ്യുന്നു? ഒരു നയപരമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാ മന്ത്രിസഭാംഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഈ പറഞ്ഞ എന്താണ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ്. ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ഏതോ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ ഓരോ ഈ പറഞ്ഞ ആൾക്കാരും മന്ത്രിമാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും ഒക്കെ ഓരോ അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യും. മിനിറ്റ്സ് കാണും, അതിനകത്ത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ക്യാബിനറ്റ് പേപ്പറുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ക്യാബിനറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് കിട്ടുകയില്ല. അതിനകത്ത് ആര് എന്ത് അഭിപ്രായം പറഞ്ഞു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് നാളെ അയാളെ ഈ പറഞ്ഞ വട്ടം കൂടിയിട്ട് തല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ക്യാബിനറ്റ് പേപ്പറുകൾ തരത്തില്ല. അതായത് മന്ത്രിസഭാ യോഗത്തിനകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ പലതും നടക്കും. ആ അഭിപ്രായ പ്രകടനങ്ങൾ എന്തൊക്കെയാണ് ഏത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ക്യാബിനറ്റ് പേപ്പറുകൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പക്ഷേ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനം എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ പറഞ്ഞ ചർച്ചയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു രേഖയുണ്ടല്ലോ, ക്യാബിനറ്റ് പേപ്പറുകൾ, അത് നിങ്ങൾക്ക് ലഭ്യമാകുകയില്ല. അപ്പോൾ അത് പറയുന്ന ഏതാണ്? ഐയിലാണ്, 8(i)യിലാണ്, 8(1)(i)യിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പൊതു താല്പര്യമല്ലാത്ത സ്വകാര്യ വിവരങ്ങൾ. നിങ്ങൾക്കറിയാം സ്വകാര്യത എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. സ്വകാര്യത എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? മൗലിക അവകാശമാണ്. അപ്പോൾ പൊതു താല്പര്യം ഇല്ലാത്ത എന്താണ്? സ്വകാര്യ വിവരങ്ങൾ, ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ അത്യാവശ്യമാണ്, പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ കിട്ടും. പക്ഷേ പൊതു താല്പര്യമില്ലാത്ത സ്വകാര്യ വിവരങ്ങൾ ലഭിക്കുകയില്ല. ഇതാണ് ഈ പറഞ്ഞ ഏതിൽ പറയുന്ന അവസാനം 8(1)(j)യിൽ പറയുന്നത്. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ ഉൾപ്പെടെ ചോദിക്കും. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 8(1)ൽ ഒരു വ്യക്തിക്ക് ലഭിക്കാത്ത വിവരങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ് പറയുന്നത്. അതിൽ ഞാനിപ്പോൾ പറഞ്ഞത് 8(1)(g) മുതൽ 8(1)(j) വരെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെയുള്ള കാര്യങ്ങൾ കോമൺ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 8(1)(a)യിൽ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. രാജ്യത്തിൻ്റെ ഐക്യം, രാജ്യത്തിൻ്റെ അഖണ്ഡത, രാജ്യത്തിൻ്റെ പരമാധികാരം, രാജ്യത്തിൻ്റെ സുരക്ഷ, ഇതിന് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മറ്റേതെങ്കിലും രാജ്യവുമായിട്ടുള്ള ബന്ധങ്ങളെ വഷളാക്കുന്ന വിധത്തിലുള്ള ഈ പറഞ്ഞ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് കോടതി നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്ന അല്ലെങ്കിൽ കോടതിയുടെ എന്താണ് ഈ പറഞ്ഞ അധികാര പരിധിയിൽ വരുന്നതും അല്ലെങ്കിൽ കോടതി അലക്ഷ്യമാകാവുന്നതുമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കോടതി അലക്ഷ്യമാകാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. അതാണ് 8(1)(b)യിൽ പറയുന്നത്. 8(1)(c)യിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാർലമെന്റിന്, നമ്മുടെ നിയമസഭകൾക്ക് സവിശേഷമായിട്ടുള്ള ചില അധികാരങ്ങളുണ്ട്. ആ അധികാരത്തെ മറികടക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ട കാര്യമില്ല. അപ്പോൾ
രക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തരണ്ട, കോടതി അലക്ഷ്യവുമാകുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് തരണ്ട, അതുപോലെ പാർലമെന്റിന്റെ നിയമസഭയുടെ അധികാരത്തെ എന്താണ് ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് തരണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് വാണിജ്യ രഹസ്യം, വ്യാപാര രഹസ്യം, പൊതു താല്പര്യമില്ല എങ്കിൽ നൽകേണ്ട കാര്യമില്ല. വാണിജ്യ രഹസ്യങ്ങളോ വ്യാപാര രഹസ്യങ്ങളോ, അതാണ് ഡി. 8.1 ഡിയിലാണ് വാണിജ്യ രഹസ്യങ്ങൾ, വ്യാപാര രഹസ്യങ്ങൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം പറയുന്നത്, ഒരു വ്യക്തിക്ക് വിശ്വസ്ത ബന്ധത്തിലൂടെ ലഭിച്ച വിവരം, ഒരു വിശ്വസ്ത ബന്ധത്തിലൂടെ ലഭിച്ച വിവരം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അതാണ് ഇയിൽ പറയുന്ന കാര്യം. എഫിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിദേശ രാജ്യത്ത് നിന്ന് ലഭിച്ച രഹസ്യ വിവരം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അതാണ് ഈ പറഞ്ഞ എ മുതൽ എഫ് വരെയുള്ള കാര്യം. GHIJ ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ നിയമത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കണം. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം സെക്ഷൻ 8.1 മുതൽ J വരെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല, അല്ലേ? ശരി, അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ ഓർത്തോണം. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 9, വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 9 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. സെക്ഷൻ 9 പറയുന്ന കാര്യം പകർപ്പവകാശമാണ്. കോപ്പിറൈറ്റ്, പകർപ്പവകാശം. ആ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതായത് ഒരു വ്യക്തിക്ക് പകർപ്പവകാശമുള്ള കാര്യങ്ങൾ സെക്ഷൻ 9 അത് പറയുന്നത്. ഒരു വ്യക്തിക്ക് പകർപ്പവകാശമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുകയില്ല. പക്ഷെ സർക്കാരിന് പകർപ്പവകാശമുള്ള കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. സർക്കാരിൻ്റെ പകർപ്പവകാശമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു വ്യക്തിയുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതാണ് സെക്ഷൻ 9 പറയുന്നത്. അതായത് വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കാര്യം, വിവരം നൽകുന്നതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് സെക്ഷൻ 9 പറയുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ പകർപ്പവകാശം, അതിനെ ലംഘിക്കുന്ന ഒരു വിവരവും ലഭിക്കുകയില്ല. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാത്തത് എന്ന് പറയുമ്പോൾ അത് സെക്ഷൻ 8.1 മുതൽ J വരെയുള്ള കാര്യങ്ങൾ ലഭിക്കൂല. അതുപോലെ സെക്ഷൻ 9 പറയുന്ന വ്യക്തിയുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലഭിക്കുകയില്ല. മനസ്സിലായോ? 8.1 മാത്രമല്ല 9 അതിനകത്ത് വരും എന്ന് ശ്രദ്ധിച്ചോണം. ഒരു മാർക്കാണ്, മനസ്സിലായോ? ഒരു മാർക്കാണ്. ആ കാര്യം അവിടെ ശ്രദ്ധിച്ചോണം. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പ് എന്ന് ചോദിക്കും. സെക്ഷൻ 9 ആണ് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9. അപ്പൊ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. RTA ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം, 2005 വിവരാവകാശ നിയമപ്രകാരം 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. അങ്ങനെ ഒരു പ്രസ്താവനയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഈ പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇത് തെറ്റായ പ്രസ്താവനയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പബ്ലിക് അതോറിറ്റിയുടെ കയ്യിൽ ആ കാര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8.1 രാജ്യത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച കോടതി അലക്ഷ്യമാക്കാവുന്ന അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അധികാരത്തെ അല്ലെങ്കിൽ സവിശേഷ അധികാരത്തെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുന്ന വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് വേണമെങ്കിൽ തരാം. ഇന്നിപ്പോൾ തരാൻ പറ്റൂലെങ്കിലും ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ വേണമെങ്കിൽ അത് കുഴപ്പമില്ല, തരുന്നതിൽ കുഴപ്പമില്ല എങ്കിൽ 10-20 കൊല്ലം കഴിഞ്ഞാൽ തരാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ചില കാര്യങ്ങൾ 10-20 കൊല്ലം കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ പറഞ്ഞ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രസ്താവനയാണ്. അത് എന്താണ്? അത് വരും. മനസ്സിലായോ? ഇപ്പം ക്യാബിനറ്റ് പേപ്പറുകൾ എന്ന് പറഞ്ഞു. ക്യാബിനറ്റ് പേപ്പറുകൾ വിവരാവകാശ നിയമപ്രകാരം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതാണ്. ക്യാബിനറ്റ് പേപ്പറുകളുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. അതൊക്കെ ഈ പറഞ്ഞ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വിവേചന ബുദ്ധിക്കകത്ത് വരുന്നതാണ്, വിവേചന അധികാരത്തിനകത്ത് വരുന്നതാണ്. എന്തായാലും ഈ പറഞ്ഞ ഈ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. പല പുസ്തകങ്ങളിൽ അങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടിട്ടുണ്ട്. 20 വർഷം വരെയുള്ളതേ തരൂ എന്ന് എഴുതി വിട്ടിട്ടുണ്ട്. അതങ്ങനെയല്ല, ഇങ്ങനെയാണ് അതിൻ്റെ
കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് സർക്കാരിന് പകർപ്പവകാശമുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ല. അത് പറഞ്ഞതാണല്ലോ. സെക്ഷൻ 9 പറഞ്ഞ കാര്യം, സെക്ഷൻ 9 ഒരു വ്യക്തിയുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുകയില്ല. അതാണ് ശരി. പക്ഷെ സർക്കാരിൻ്റെ പകർപ്പവകാശമുള്ള കാര്യങ്ങൾ ലഭിക്കും എന്നാണ്. അപ്പോൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നത്, വെളിപ്പെടുത്തേണ്ടതില്ല, സർക്കാരിന് പകർപ്പവകാശമുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ല. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. 1, 2 എന്താണ്? തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. താഴെ തന്നിരിക്കുന്നതിൽ RT ആക്ട് പ്രകാരം മൂന്നാം കക്ഷി, നല്ലൊരു ചോദ്യമാണ്. ഈ നിയമം പഠിക്കുമ്പോൾ 1, 2 കക്ഷികൾ ആരൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവരാവകാശ നിയമപ്രകാരം ഒന്നാം കക്ഷി ആര് എന്ന് ചോദിച്ചാൽ ആരാണോ അപേക്ഷ കൊടുക്കുന്നത്, വിവരാവകാശ നിയമപ്രകാരം വിവരം അറിയാൻ വേണ്ടി ആരാണോ അപേക്ഷ കൊടുക്കുന്നത് അയാളാണ് ഒന്നാം കക്ഷി. ആരാണോ അപേക്ഷ സ്വീകരിക്കുന്നത് അയാളാണ് രണ്ടാം കക്ഷി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അപേക്ഷ കൊടുക്കുന്നുവെങ്കിൽ ഞാൻ ഒന്നാം കക്ഷി, അപേക്ഷകൻ ഒന്നാം കക്ഷി അല്ലെ. അപേക്ഷ സ്വീകരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ രണ്ടാം കക്ഷി അല്ലെ. അപേക്ഷ സ്വീകരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ രണ്ടാം കക്ഷി അല്ലെ. അപ്പോൾ ആരാണ് മൂന്നാം കക്ഷി? ആരാണ് മൂന്നാം കക്ഷി എന്ന് ചോദിച്ചാൽ ഈ രണ്ടു പേരല്ല, അപേക്ഷകനല്ല, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ല, ഇതല്ലാത്ത ആരും മൂന്നാം കക്ഷിയാണ്. ഈ പറഞ്ഞ 1, 2 കക്ഷി അല്ലാത്ത ആരും മൂന്നാം കക്ഷിയാകാം അല്ലെ. ആരും മൂന്നാം കക്ഷിയാകാം. അതായത് മറ്റൊരു വ്യക്തിയാകാം അല്ലെ, മറ്റൊരു വ്യക്തിയാകാം. ഇപ്പം നമ്മളൊരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ്, എന്താണ്, ഒരു വിവരം അറിയാൻ കൊടുത്തേക്കാണ്. അവനൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനം ഈ പറഞ്ഞ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ, അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമാണ് ചോദിച്ചത്. അപ്പം മറ്റൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റൊരു അതോറിറ്റി ആകാം അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ചെന്നിട്ട് ഇങ്ങനെ ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, സർക്കാർ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിന് ഈ പറഞ്ഞ ലൈസൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പം വേറൊരു പബ്ലിക് അതോറിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ഓഫീസിൽ എന്ത് ചെയ്തത്, ചോദിച്ചത്. അപ്പോൾ മൂന്നാം കക്ഷി എന്ന് പറയുമ്പോൾ മറ്റ് ഈ പറഞ്ഞ 1, 2 കക്ഷി അല്ലാത്ത അപേക്ഷകനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അപേക്ഷ സ്വീകരിച്ച ആളോ അല്ലാത്ത ഈ പറഞ്ഞ വേറൊരു വ്യക്തിയോ വേറൊരു ഈ പറഞ്ഞ പബ്ലിക് അതോറിറ്റിയോ ആകാം. അതായത് അപേക്ഷകനല്ലാത്ത മറ്റൊരു വ്യക്തി മൂന്നാം കക്ഷിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതു അധികാരി, മറ്റൊരു പൊതു അധികാരി, അതും എന്താണ്, ഈ പറഞ്ഞ മൂന്നാം കക്ഷി ആകാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ 3ഉം 4ഉം ആണ്. 3ഉം 4ഉം 1ഉം 2ഉം എന്ന് പറയുന്നത് ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയുമാണ്. ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയുമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 ഉണ്ട്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 എന്ന് പറയുന്നത് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം എന്നുള്ളതാണ്. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പറയുന്നത് എന്താണ്? മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുന്നു, ഒരു എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ഒരു അപേക്ഷ കൊടുക്കുന്നു, വേറൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു രഹസ്യ വിവരം അറിയാനാണ് നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. വേറൊരു വ്യക്തിയെക്കുറിച്ചുള്ള രഹസ്യ വിവരം, അതായത് ഒരു മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ വിവരം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മനസ്സിലാവും ഇത് രഹസ്യ സ്വഭാവമുള്ള മറ്റവൻ്റെ കാര്യമാണ് അല്ലേ, മറ്റേയാളുടെ രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എത്രയും പെട്ടെന്ന് മൂന്നാം കക്ഷിയെ അറിയിക്കണം. നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യത്തിനായിട്ട് ഇവിടെ ഈ പറഞ്ഞൊരു അപേക്ഷ വന്നിട്ടുണ്ട്, ആ അപേക്ഷ ഞാൻ നൽകട്ടെയോ, അപേക്ഷ ഞാൻ പരിഗണിക്കട്ടെയോ, അല്ലെങ്കിൽ ആ പറഞ്ഞ വിവരം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ അല്ലെ എന്ന് ഈ പറഞ്ഞ അപേക്ഷ കിട്ടിയാൽ 5 ദിവസത്തിനകത്ത് മൂന്നാം കക്ഷിയെ അറിയിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ വിവരം അറിയുന്നതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മനസ്സിലാകുന്നു അതൊരു രഹസ്യ വിവരം അറിയാനുള്ള എന്താണ് ത്വരയാണ് അവനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ മൂന്നാം കക്ഷിയെ അറിയിക്കും. ഇങ്ങനെ നിന്നെക്കുറിച്ചൊരു കാര്യം ചോദിക്കുന്നു, അത് കൊടുക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എത്ര ദിവസത്തിനകത്ത്? 5 ദിവസത്തിനകത്ത് മൂന്നാം കക്ഷിയെ അറിയിക്കണം. അപ്പോൾ മൂന്നാം കക്ഷി എന്ത് ചെയ്യണം, അതിനകത്ത് മറുപടി പറയണം. എത്ര ദിവസത്തിനകത്ത് മറുപടി പറയണം? 10 ദിവസത്തിനകത്ത് മറുപടി പറയണം.
10 ദിവസത്തിനകത്ത് കൊടുക്കാം കൊടുക്കണ്ട എന്നുള്ള ഈ പറഞ്ഞ മറുപടി 10 ദിവസത്തിനകത്ത് പറയണം. അപ്പോൾ ഒരു മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ലഭിച്ചു കഴിഞ്ഞാൽ ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ മൂന്നാം കക്ഷിയെ ആ കാര്യം എത്ര ദിവസത്തിനകത്ത് അറിയിക്കണം? 5 ദിവസത്തിനകത്ത് അറിയിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അതിനുള്ള മറുപടി മൂന്നാം കക്ഷി നൽകണം. അല്ലെ, അത് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ള മറുപടി മൂന്നാം കക്ഷി നൽകണം. എത്ര ദിവസത്തിനകത്ത് നൽകണം? 10 ദിവസത്തിനകത്ത് നൽകണം. അപ്പം പറഞ്ഞത് കൊടുക്കണ്ട എന്നായിരിക്കും അല്ലെ. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് തീരുമാനിക്കാം. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ രഹസ്യ വിവരമാണ് ചോദിച്ചത്, സംഗതി ശരിയാണ്. പക്ഷെ അത് പൊതു താല്പര്യമുള്ള ഒരു കാര്യമാണ്. രഹസ്യ വിവരമാണ് ചോദിച്ചത്, അത് ഈ പറഞ്ഞ വ്യക്തിപരമല്ല, പൊതു താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം അവന് ഈ പറഞ്ഞ താല്പര്യമില്ലെങ്കിൽ കൂടി, മൂന്നാം കക്ഷിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും? ഈ പറഞ്ഞ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവരം നൽകും. മനസ്സിലായോ? അപ്പോൾ അതും അറിയിക്കും. ഞങ്ങൾ എന്തായാലും അത് കൊടുക്കാൻ പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീലിന് പോകാവുന്നതാണ് എന്ന് ഈ പറഞ്ഞ മൂന്നാം കക്ഷിയെ അറിയിക്കും. ആരറിയിക്കും? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അറിയിക്കും. മനസ്സിലായോ? അത് കൊടുക്കാതെ ഇരിക്കാം, കൊടുക്കുകയും ചെയ്യാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വിവേചന അധികാരത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതുകൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. മൂന്നാം കക്ഷി വിവരം സെക്ഷൻ 11 അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പകർപ്പവകാശം സെക്ഷൻ 9 അല്ലെ. ഒഴിവാക്കിയിരിക്കുന്നത് സെക്ഷൻ 8(1)(a) മുതൽ (j) വരെ. ശരി, അപ്പോൾ അത് അറിഞ്ഞു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. വിവരാവകാശ കമ്മീഷൻ കേന്ദ്രമാവട്ടെ സംസ്ഥാനമാകട്ടെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അത് ശരിയായ പ്രസ്താവനയാണ്. വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന സ്ഥാപനമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് അല്ലേ. പാർലമെൻറ്റോ നിയമസഭയോ ഉണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറയും. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വിവരാവകാശ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാവുന്നത്. ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്നല്ല പറഞ്ഞത്, ക്വാസി ജുഡീഷ്യൽ. ക്വാസി എന്ന വാക്കിന് പകുതി എന്നാണ് അർത്ഥം. ക്വാസി എന്ന വാക്കിന് പകുതി എന്നാണ് അർത്ഥം. അതായത് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് എന്നാണ് പറഞ്ഞത്. വിവരാവകാശ കമ്മീഷൻ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. കേന്ദ്രമാകട്ടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആകട്ടെ അതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് എന്ന് പറയുന്ന പ്രസ്താവന 100% ശരിയായ പ്രസ്താവനയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഒരു സിവിൽ കോടതിക്ക് ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധിക്കാനുള്ള അധികാരം ഒരു സിവിൽ കോടതിക്കുണ്ട്. അതുപോലെ ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷനും സിവിൽ കോടതിയുടെ ചില അധികാരങ്ങളുണ്ട്. പക്ഷേ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. നിങ്ങളെ വേണമെങ്കിൽ ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷനെ വിളിച്ചു വരുത്താം, മൊഴിയെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതൊരു കോടതിയുടെ ഈ പറഞ്ഞ അധികാര പരിധിയിൽ വരുന്നതാണ് അല്ലെ. അതുപോലുള്ള ചില ജുഡീഷ്യൽ റൈറ്റ്സ് ഒക്കെ, ജുഡീഷ്യൽ അധികാരമൊക്കെ ആർക്കുണ്ട്? വിവരാവകാശ കമ്മീഷനുണ്ട്. പക്ഷെ ഒരു കോടതിക്കുള്ളതുപോലെ മൊത്തത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറയും. അപ്പോൾ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ എന്താണ്? ഈ പറഞ്ഞൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അതുപോലെ തന്നെ അതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവുമാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് വിവരാവകാശ നിയമത്തിലെ ഏത് അധ്യായത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് 3-ാമത്തെ അധ്യായത്തിലാണ്. 3-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 14 വരെയുള്ള വകുപ്പ്. 3-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 14 വരെയുള്ള വകുപ്പിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണ്? അത് അധ്യായം 4-ലാണ്. 15 മുതൽ 17 വരെയുള്ള വകുപ്പുകൾ ഈ പറഞ്ഞ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. 15 മുതൽ 17 വരെ. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അധ്യായം 3, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യായം 4. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. അടുത്തൊരു ചോദ്യത്തിലോട്ട്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളിൽ നമുക്ക് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കൂടാതെ 10 കമ്മീഷണർമാർ വരെ ആകാം അല്ലെ. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാര്യമാണ്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉണ്ടാവും. അതിനു പുറമെ ഈ പറഞ്ഞ 10 വിവരാവകാശ കമ്മീഷണർമാർ വരെ ആകാം അല്ലെ. അതായത് 1+10
1+10 അല്ലെ, അതുവരെ ആകാം എന്നുള്ളതാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും അല്ലെ. അത് കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ്, സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ്, സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മാത്രമല്ല, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിലായിരുന്നാലും ഈ പ്രസ്താവന എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി വിവരാവകാശ കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്നു. ആ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1, 2 പ്രസ്താവനകൾ ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അധ്യായം 3, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യായം 4. ശരി, അടുത്തൊരു ചോദ്യത്തിലോട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതി അംഗമല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ദേശീയ വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇവരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അവരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സമിതിയുണ്ട് അല്ലെ. ആ സമിതിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. 1 പ്രധാനമന്ത്രിയുണ്ട്, 2 പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരുണ്ട് എന്നുള്ളതാണ്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അതിനകത്തുള്ള കമ്മീഷണർമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതി. ആ സമിതിയിൽ പ്രധാനമന്ത്രിയുണ്ട്, ശരിയാണ്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുണ്ട്, ശരിയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കേട്ടോ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കൊടുത്തേക്കുന്ന രാജ്യസഭാ ഉപാധ്യക്ഷൻ ഇല്ല. ഈ പറഞ്ഞ 3 പേരാണ് ആ സമിതിക്കകത്ത് ഉള്ളത്. ആ 3 പേരാണ് ആ സമിതിക്കകത്തുള്ളത്. ഇനി അവിടെ വേറൊരു കാര്യം, ഈ പറഞ്ഞ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും വിവരാവകാശ കമ്മീഷൻ അംഗമാകുന്നതിന് വേണ്ട യോഗ്യത എന്താണ്? അതിനങ്ങനെ പ്രത്യേക യോഗ്യതകളൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിയമരംഗത്ത് നല്ല പരിജ്ഞാനമുള്ള, പൊതുരംഗത്ത് നല്ല പരിജ്ഞാനമുള്ള, അതുപോലെ തന്നെ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ പണ്ഡിതരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താകാം? ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷൻ ഈ പറഞ്ഞ അംഗങ്ങളാകാനായിട്ട് പറ്റും അല്ലെ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല, യോഗ്യതകളൊന്നും പറയുന്നില്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാവാം, നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാവാം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കാകാം, അതുപോലെ തന്നെ പത്രമാധ്യമ രംഗത്ത് മികവ് തെളിയിച്ചവർ, ഇവർക്കൊക്കെ ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളാകാനായിട്ട് പറ്റും. പക്ഷെ ഉറപ്പായിട്ടും ഇവർക്ക് പറ്റത്തില്ല. ആർക്കാണ്? രാഷ്ട്രീയ പ്രവർത്തകർക്ക് പറ്റത്തില്ല, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പറ്റത്തില്ല, പാർലമെന്റ് അംഗങ്ങൾക്ക് പറ്റത്തില്ല, നിയമസഭാ അംഗങ്ങൾക്ക് പറ്റത്തില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക്, പാർലമെന്റ് അംഗങ്ങൾക്ക്, നിയമസഭാ അംഗങ്ങൾക്ക് എവിടെ ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷനിൽ അംഗമാകാൻ കഴിയത്തില്ല. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വിവരാവകാശ കമ്മീഷനിൽ അംഗമാകണം അല്ലെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കാര്യം പറയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമാകണമെങ്കിൽ ഈ പറഞ്ഞ അദ്ദേഹത്തെ നിയമിക്കണം. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ ഈ സമിതിയാണ്, നിയമിക്കുന്നത് പ്രസിഡന്റാണ്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റ് മുമ്പിലാണ്, നാളെ രാജിക്കത്ത് കൊടുക്കേണ്ടതും പ്രസിഡന്റ് മുമ്പിലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റ് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഈ സ്ഥാനത്തിരിക്കുന്നവരെ നീക്കം ചെയ്യുന്നതാര്? വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും. പെരുമാറ്റ ദൂഷ്യമുണ്ടെങ്കിൽ, പെരുമാറ്റ ദൂഷ്യം നല്ല പെരുമാറ്റമല്ല, ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മയുണ്ടെങ്കിൽ, ശാരീരികമായിട്ടുള്ള കഴിവില്ലായ്മ, തളർവാദം വല്ലതും വന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള കഴിവില്ലായ്മ ഇപ്പോൾ വട്ടായി, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഈ പറഞ്ഞ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ പ്രസിഡന്റിന് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കും. ആർക്ക് കൊടുക്കും എന്ന് ചോദ്യം. അതിന് രാഷ്ട്രപതി എന്ന് പറയരുത്. ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? അത് റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്
അല്ലെ? ഇതുപോലെ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഇതുപോലൊരു സമിതിയുണ്ട്. ആ സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരിക്കും. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രി കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർ 3 പേരുമാണ് സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിക്കകത്ത് ഉള്ളത്, അല്ലെ? ഇനി ഇവരെ നിയമിക്കുന്നത് ഗവർണർ നിയമിക്കും. അപ്പോൾ ബാക്കിയെല്ലാം അവിടെ നമ്മൾ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞാലും ഇവിടെ ആർക്കാണ്? ഇവിടെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിന് നൽകും. വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് താഴെ തന്നിരിക്കുന്നതിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റു കമ്മീഷണർമാരുടെ കാലാവധി സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത്. കാലാവധി, അല്ലെ? 65 വയസ്സിൽ കൂടുതൽ തൽസ്ഥാനത്തിരിക്കാൻ കഴിയില്ല. 65 വയസ്സിൽ കൂടുതൽ തൽസ്ഥാനത്തിരിക്കാൻ കഴിയില്ല. 70 വയസ്സ് വരെ സ്ഥാനത്ത് തുടരാം. അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാം 65 വയസ്സാണ്. 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം, അല്ലെ? പരമാവധി 3 വർഷം. ഇതിലേതാണോ ആദ്യം അതുവരെ, അല്ലെ? അത് കേന്ദ്രത്തിലായാലും അങ്ങനെ തന്നെയാണ്, സംസ്ഥാനത്തായാലും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സ് വരെയോ 3 വർഷം, ഇതിലേതാണോ ആദ്യം അതുവരെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട മറുപടി. നമ്മൾ അപേക്ഷ കൊടുത്തു, അല്ലെ? വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരം നമ്മൾ അഭ്യർത്ഥന കൊടുത്താൽ സെക്ഷൻ 7 പ്രകാരം നമുക്ക് മറുപടി കിട്ടണം. ആ മറുപടി കിട്ടേണ്ട കാലം പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം, 48 മണിക്കൂർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്, അറിഞ്ഞതാണ്, അല്ലെ? അപ്പോൾ അങ്ങനെ സമയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? പിഴയുണ്ടാവും. ആ ഉദ്യോഗസ്ഥർക്ക് പിഴയുണ്ടാവും. പിഴ ഒരു ദിവസം താമസിച്ച 250 രൂപയാണ്. അതായത് ഒരു ദിവസം ഏറ്റവും ചെറിയ പിഴ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം താമസിച്ച 250. അങ്ങനെ പരമാവധി എത്ര വരെ ആകാം എന്നാണ്. അപ്പോൾ അത് 250 മുതൽ 25,000 രൂപ വരെ ആകാം. വിവരാവകാശ നിയമത്തിൽ പിഴയെക്കുറിച്ച് പറയുന്നുണ്ട്. പിഴയെക്കുറിച്ചൊക്കെ പറയുന്നത്, പിഴയെക്കുറിച്ചും അപ്പീലിനെ കുറിച്ചും പറയുന്ന ഒരു അധ്യായമുണ്ട്. അധ്യായം 5, അല്ലെ? അപ്പോൾ അധ്യായം 2 നമ്മൾ പറഞ്ഞു വിവരാവകാശം, പിന്നെ അത് കഴിഞ്ഞ് പൊതു അധികാരിയുടെ കടമ. അധ്യായം 3 പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 പറഞ്ഞു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അധ്യായം 5 എന്താണ്? അധ്യായം 5 പിഴയെക്കുറിച്ചും അപ്പീലിനെ കുറിച്ചും പറയുന്നു. പിഴയെക്കുറിച്ചും അപ്പീലിനെ കുറിച്ചും. അപ്പോൾ പിഴ പറയുന്നത് ഏത് വകുപ്പിലാണ് എന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 20 സെക്ഷൻ 20 ഏതിനെക്കുറിച്ച് പറയുന്നത്? പിഴയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 20 പിഴയെക്കുറിച്ച് പറയുന്നത്. എത്ര വരെ ആകാം പരമാവധി? 25,000 വരെ. ഏറ്റവും കുറവ് 250 മുതൽ 25,000 വരെ. അപ്പോൾ അധ്യായം 5 പിഴയെക്കുറിച്ചും അപ്പീലിനെ കുറിച്ചും പറയുന്നത്. അത് 250 മുതൽ 25,000 വരെ ആകാം. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു ചോദ്യം കൂടി. 2005 വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിന്മേൽ പരാതി ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനകത്ത് 1-ാം അപ്പീൽ നൽകേണ്ടതാണ്? അല്ലെ? അപ്പോൾ നമ്മൾ വിവരാവകാശ പ്രകാരം എന്ത് ചെയ്യുന്നു? വിവരാവകാശ പ്രകാരം എന്ത് ചെയ്യുന്നു? അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്കൊരു മറുപടി കിട്ടും. മറുപടി കിട്ടിയപ്പോൾ നമുക്ക് തൃപ്തിയില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അപ്പീലിന് പോകാം. അപ്പോൾ നമുക്ക് തൃപ്തിയില്ലെങ്കിൽ അപ്പീലിന് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എത്ര ദിവസത്തിനകത്ത് പോകണം? നമുക്ക് മറുപടി കിട്ടി എത്ര ദിവസത്തിനകത്ത് അപ്പീലിന് പോകണം എന്നുള്ളതാണ് ചോദ്യം. എത്ര ദിവസത്തിനകത്ത്? 30 ദിവസത്തിനകത്ത് നമ്മൾ അപ്പീലിന് പോകണം, അല്ലേ? അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം മറുപടി കിട്ടി, നമുക്ക് തൃപ്തിയില്ല, അങ്ങനെ നമ്മൾ 1-ാം അപ്പീലിന് പോകും. 30 ദിവസത്തിനകത്ത് 1-ാം അപ്പീലിനകത്ത് പോകണം. അങ്ങനെയാണ് എങ്കിൽ സാധാരണഗതിയിൽ 30 ദിവസത്തിനകത്ത് വീണ്ടും നമുക്ക് മറുപടി കിട്ടും. 1-ാം അപ്പീൽ പ്രകാരമുള്ള മറുപടി 30 ദിവസത്തിനകത്ത് കിട്ടും. അതിലും നമുക്ക് തൃപ്തിയില്ല, അല്ലെ? രണ്ടാമത് വീണ്ടും മറുപടി കിട്ടി, പക്ഷെ അതിലും നമുക്ക് തൃപ്തിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2-ാം അപ്പീൽ പോകും. 2-ാം അപ്പീൽ എത്ര ദിവസത്തിനകത്ത് പോകണം? 90 ദിവസത്തിനകത്ത് പോകണം, അല്ലെ? 1-ാം അപ്പീൽ 30 ദിവസത്തിനകത്ത് പോകണം. 2-ാം അപ്പീൽ 90 ദിവസത്തിനകത്ത് പോകണം. അതിലും നമുക്ക് തൃപ്തിയില്ല. ഇനി എന്തോ ചെയ്യും? ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. 2-ാമത്തെ അപ്പീൽ പ്രകാരമുള്ള മറുപടി അന്തിമമാണ്.
അതായത് മനസ്സിലാക്കേണ്ടത് വിവരാവകാശ നിയമത്തിൽ ഒരു 2 ടയർ അപ്പീൽ സിസ്റ്റമാണ് പറയുന്നത്. 2 ടയർ അപ്പീൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 തവണ ഈ പറഞ്ഞ് എന്ത് ചെയ്യാം, അപ്പീൽ പറ്റും. 2 അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റും. 1-ാം അപ്പീൽ, 2-ാം അപ്പീൽ. 2 തവണ മാത്രമേ അപ്പീൽ പറ്റത്തുള്ളൂ. 2-ാമത്തെ അപ്പീൽ പ്രകാരമുള്ള മറുപടി അന്തിമമായിരിക്കും. ഇതാണ് നിയമം. ഇങ്ങനെ ഈ അപ്പീലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അധ്യായം ഏതെന്ന് ചോദിച്ചാൽ അധ്യായം 5 തന്നെയാണ്. വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 19. അപ്പീലിനെ കുറിച്ച് പറയുന്നത് വകുപ്പ് 19-ലാണ്. അതേസമയം പിഴയെക്കുറിച്ച് പറയുന്നത് വകുപ്പ് 20-ലാണ്. അപ്പോൾ വിവരാവകാശ നിയമം 2005 എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങൾ, ആ ചോദ്യ രീതിയൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ചെയ്തത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള വിശദമായിട്ടുള്ള ക്ലാസ് ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ കാണുക. ശരി, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ സഹായിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലേ ഈ ചാനൽ 4 പേരിലോട്ട് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബ് വിചാരിക്കുന്നത് പറയുന്നത് ഒരു പൊട്ട ചാനലാണ്, ഒരു ഗുണവുമില്ലാത്ത ചാനലാണെന്ന് യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങ് തീരുമാനിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ ലൈക്കും കമൻറ്റും ഒക്കെ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.